ഒരു ദിവസം കൊണ്ട് കന്യാകുമാരി പോകാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായും കാണുക. കന്യാകുമാരിയിലെ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. കൂടാതെ ഉല്ലാസത്തിനായി നമ്മൾ പോകുന്ന കന്യാകുമാരിയിൽ വിഷമിപ്പിക്കുന്ന ഒത്തിരി അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ടായി. അതെല്ലാം ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? പുതിയതായി തുടങ്ങിയ ഗ്ലാസ് ബ്രിഡ്ജ് കാണുന്നതിനായി യാത്ര തിരിച്ച ഞങ്ങൾ ഏകദേശം 3 മണിയോടുകൂടിയാണ് കന്യാകുമാരിയിൽ എത്തിയത്. റൂം എടുത്ത് ഫ്രഷായി ഏകദേശം 5 മണിയോടുകൂടി കാഴ്ചകൾ കാണുന്നതിനേക്കായി ഇറങ്ങി. ഞങ്ങൾ എത്തിയത് ഒരു ശനിയാഴ്ച ദിവസമായിരുന്നു. അതിനാൽ തന്നെ നല്ല തിരക്കായിരുന്നു. നിങ്ങൾ വരികയാണെങ്കിൽ ഒരിക്കലും ശനി ഞായർ പോലുള്ള ദിവസങ്ങൾ തിരഞ്ഞെടുക്കരുത്. അതുപോലെ അവധി ദിവസങ്ങളും നല്ല തിരക്കായിരിക്കും. കടകളിലും ഹോട്ടലുകളിലും കടൽ തീരങ്ങളിലും ഒക്കെ നല്ല തിരക്ക്. 4 മണി വരെ മാത്രമേ ബോട്ടിങ്ങിനായി ടിക്കറ്റ് കൊടുക്കുന്നുള്ളൂ എന്നറിഞ്ഞു. അതുകൊണ്ട് ഗ്ലാസ് ബ്രിഡ്ജ് കാണുന്നതിന് ഞങ്ങൾ പിറ്റേന്ന് രാവിലത്തേക്ക് മാറ്റിവെച്ചു. ഇന്നത്തെ പരിപാടി ഇവിടെയൊക്കെ ചുറ്റി നടന്ന് കാണുക, പൊന്നനെയും കുഞ്ഞനെയും കളിപ്പിക്കുന്നതിനായി കുട്ടികളുടെ പാർക്കിൽ കയറുക, ഷോപ്പിംഗ് നടത്തുക, പിന്നെ കന്യാകുമാരിയുടെ മനോഹര ദൃശ്യമായ സൂര്യാസ്തമയം കാണുക എന്നിവയൊക്കെയാണ്. തിരക്ക് കൂടിക്കൂടി വരുന്നത് കൊണ്ട് തന്നെ ഷോപ്പുകളും വഴിയോര കച്ചവടക്കാരും ഫുഡ് സ്ട്രീറ്റും ഒക്കെ സജീവമായി തുടങ്ങിയിരുന്നു. ഞങ്ങൾ കുടുംബവുമൊത്ത് സന്തോഷിക്കുന്നതിനായും ഉല്ലാസത്തിനുമായി വരുമ്പോൾ നമ്മളെപ്പോലുള്ള സഞ്ചാരികളെ പ്രതീക്ഷിച്ച് അന്നന്നേക്കുള്ള വരുമാനത്തിനായി തെരുവ് കച്ചവടം നടത്തുന്ന ഒത്തിരി പേരെ കണ്ടു. ഇതിൽ മനസ്സിന് ഒത്തിരി വിഷമമുണ്ടാക്കുന്ന കാഴ്ചകളും ഉണ്ടായി. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ കുട്ടികളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണെന്ന്. പുതിയ തലമുറയിലെ കുട്ടികൾ ലാപ്ടോപ്പും കമ്പ്യൂട്ടറും മൊബൈലും കൊണ്ട് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ തെരുവോരത്തിലെ കച്ചവടക്കാരുടെ ഈ കുരുന്നുകളെ കാണുമ്പോൾ ആരുടെയും കണ്ണു നിറയും. പക്ഷേ വലിയ മണിമാളികയിൽ ഇല്ലാത്ത ഒന്ന് ഇവരുടെ ഇടയിലുണ്ട്: സമാധാനവും സന്തോഷവും. ഇതുപോലുള്ള കാഴ്ചകൾ കണ്ട് മനസ്സിന് വല്ലാത്ത വിഷമം തോന്നി. സമയം ഏകദേശം 5:30 ആയതുകൊണ്ട് തന്നെ അസ്തമയം കാണുന്നതിനായുള്ള സഞ്ചാരികളുടെ തിരക്ക് ഏറി വന്നു. കന്യാകുമാരിയുടെ മുഖമുദ്രയായ കൽമണ്ഡപത്തിലിരുന്ന് മനോഹരമായ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ദൂരക്കാഴ്ചകളും കണ്ട് ചായയും എണ്ണക്കടികളും കഴിച്ചുകൊണ്ടിരുന്നത് വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു. കന്യാകുമാരിയിലെ മനോഹരമായ ഈ സായാഹ്നത്തിൽ മുതിർന്നവരും കുട്ടികളും ഉൾപ്പെടെ ഒരുപാട് പേർ കടലിൽ ഉല്ലസിക്കുന്നത് കണ്ടു. പക്ഷേ ദൂരെ നിന്ന് നോക്കുമ്പോൾ സുന്ദരിയായ കടലിൻ്റെ ഭയാനകമായ ഭാവത്തെ ഓർത്ത് പൊന്നനെയും കുഞ്ഞനെയും ഞങ്ങൾ കടലിൽ ഇറക്കിയില്ല. കൂടാതെ ഇവിടെ തീരം കുറവാണല്ലോ, കൂടുതലും പാറക്കെട്ടുകളും മറ്റുമാണ്. സാഗരം സാക്ഷി എന്ന മലയാളം സിനിമയിലെ ശാന്തമായ കന്യാകുമാരി കാണാനെത്തിയ ഞങ്ങൾ കണ്ടത് തിക്കും തിരക്കും ആൾക്കൂട്ടവുമാണ്. ഉദയവും അസ്തമയവും കാണുന്നതിനായി ഇവിടെ കൽപ്പടവുകൾ കെട്ടിയിട്ടുണ്ട്. അതിൽ നിറയെ ആളുകൾ സ്ഥലം പിടിച്ചിട്ടുമുണ്ട്. ഞങ്ങൾക്കും അധികാരമുണ്ടെന്ന നിലയ്ക്ക് 2 നായ്ക്കുട്ടന്മാരും ഒരറ്റത്തിരിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി ഇവിടെ മേഘാവൃതമായതിനാൽ ഉദയവും അസ്തമയവും കാണാൻ കഴിയില്ലെന്ന സത്യം ഇപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത്. വളരെ നിരാശ തോന്നി. എങ്കിലും ഈ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ നല്ല രസം തന്നെ. ഇവിടെ ഇരിക്കുമ്പോൾ ഉള്ളൊരു മനസ്സുഖം അത് പറയാൻ പറ്റാത്തത് തന്നെ. പാനിപൂരിയും വേൽപൂരിയും ചോളവും ഒക്കെ വിൽക്കുന്ന കച്ചവടക്കാരെ കണ്ടപ്പോൾ ഞങ്ങളും ഓരോന്ന് വാങ്ങി. ചില കാഴ്ചകൾ ആരുടെയും മനം തുറപ്പിക്കുന്നതാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് വിവാഹമോചനം വരെ എത്തി നിൽക്കുന്ന ഇന്നത്തെ തലമുറ കണ്ടു പഠിക്കേണ്ട ചില കാഴ്ചകൾ ഇവിടെയുണ്ട്. വാർദ്ധക്യത്തിലും ഇണയുടെ കൈ പിടിയാതെ ഈ കാഴ്ചകളൊക്കെ കാണാൻ വന്ന വൃദ്ധ ദമ്പതികളെയും, ശരീരത്തിന് തളർച്ചയുണ്ടെങ്കിലും മനസ്സിന് ധൈര്യം കൊടുത്തുകൊണ്ട് ഈ കാഴ്ചകളൊക്കെ കാണാൻ കൂടെ കൂട്ടിയ കുടുംബക്കാരും ഇവിടുത്തെ വേറിട്ട കാഴ്ചകൾ തന്നെയാണ്.
ഈ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കിനി കുറച്ച് ദൂരം നടന്നാലോ? ഈ തിരക്കിനിടയിൽ നടക്കാനോ? അതൊന്നും സാരമില്ല, നമുക്ക് പയ്യെ നടക്കാം. പക്ഷേ അതിന് പിന്നിൽ ഒരു ചതിയുണ്ടെന്ന് ചേട്ടൻ അറിയാൻ ഒരുപാട് വൈകിപ്പോയി. ഇവിടുത്തെ ഷോപ്പിംഗ് സെൻറ്ററുകളുടെ ഇടയിലൂടെയാണ് ഞങ്ങൾ നടന്നത്. സ്വാഭാവികമായും പൊന്നനും കുഞ്ഞനും കളിപ്പാട്ട കടകൾ കാണുമ്പോൾ അങ്ങോട്ടൊരു സൈഡ് വിലയും, കൂടെ എനിക്കും നല്ല ചിപ്പിയും ശംഖും കോർത്ത കമ്മലുകളും മാലയും ഒക്കെ കാണുമ്പോൾ ആരുടെയും കണ്ണൊന്നും ഉടക്കില്ലേ? അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കുതിരകളെ കണ്ടു. 2 പേർക്കും ഒരേ നിർബന്ധം, കുതിരപ്പുറത്തൊരു റൈഡ് ചെയ്യണം. അങ്ങനെ അന്വേഷിച്ചപ്പോൾ ഒരു റൗണ്ടിന് 50 രൂപയാണ് ചാർജ് ഈടാക്കുന്നത്. അങ്ങനെ 2 പേരെയും കുതിരസവാരി ചെയ്തു. കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. കണ്ടപ്പോൾ 2 പേർക്കും സന്തോഷം. കുതിരസവാരിയും കഴിഞ്ഞ് ഇവിടുത്തെ കടൽക്കാറ്റും കൊണ്ടിരുന്നപ്പോൾ നേരം പോയതറിഞ്ഞില്ല. നാളെ അതിരാവിലെ ഉദയവും കാണണം, അതുപോലെ തന്നെ ഗ്ലാസ് ബ്രിഡ്ജ് കാണുന്നതിനായും പോകണം. അതുകൊണ്ട് ഒരുപാട് നേരം കളയാതെ ഞങ്ങൾ ആഹാരം കഴിക്കുന്നതിനായി പോയി. സാധാരണ ഞങ്ങൾ കേരളം വിട്ട് കഴിഞ്ഞാൽ കൂടുതലും കഴിക്കുന്നത് വെജിറ്റേറിയൻ ഫുഡാണ്. അതിൽ കൂടുതലും മസാല ദോശയും നെയ് റോസ്റ്റും ഒക്കെയാണ്. കാരണം മക്കൾക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണ് ഈ നെയ് റോസ്റ്റും മസാല ദോശയും. പിന്നെ കൂടെ ഒരു ഫിൽറ്റർ കോഫി. അതെല്ലാം വാങ്ങിക്കഴിച്ച് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി. പിറ്റേ ദിവസം രാവിലെ ഒരുപാട് പ്രതീക്ഷയോടെ ഞങ്ങൾ ഉദയം കാണാനായി ഇറങ്ങി. പക്ഷേ തലേ ദിവസം അസ്തമയം കാണാൻ പറ്റാത്തതുപോലെ തന്നെ മേഘാവൃതമായതുകൊണ്ട് ഉദയവും കാണാൻ പറ്റിയില്ല. അങ്ങനെ ഏകദേശം 8 മണിയോടുകൂടി ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജ് കാണുന്നതിനായി ടിക്കറ്റ് കൗണ്ടർ ലക്ഷ്യമാക്കി നടന്നു. പോകുന്ന വഴിക്ക് തന്നെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ടിക്കറ്റ് കൗണ്ടറിനോട് അടുത്തെത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം മനസ്സിലായത്. കാരണം അതിരാവിലെ 5:30 തന്നെ ടിക്കറ്റിനായി കാത്തു നിൽക്കുന്നവരാണ് ഇതിലേറെയും. 2 തരത്തിലുള്ള ടിക്കറ്റാണ് ഇവിടെ കൊടുക്കുന്നത്. ഒന്ന് 75 രൂപയുടെയും ഒന്ന് 380 രൂപയുടെയും. 2 ടിക്കറ്റിനും കാര്യമായ വ്യത്യാസമുണ്ടെന്നാണ് അവർ പറയുന്നതെങ്കിലും ഞങ്ങൾ നോക്കിയപ്പോൾ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും ഞങ്ങൾക്ക് തോന്നിയില്ല. കാരണം 300 രൂപയുടെ ടിക്കറ്റിന് ഏകദേശം 1 കിലോമീറ്ററോളം ദൂരത്തിലാണ് ആളുകൾ ക്യൂ നിൽക്കുന്നത്. അതേപോലെ തന്നെ 75 രൂപയുടെ ടിക്കറ്റിന് ഏകദേശം 2-2.5 കിലോമീറ്ററോളം ദൂരത്തിൽ ആളുകൾ ക്യൂ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ ടൈം ലാപ്സിൽ കാണുന്നതാണ് അവിടുത്തെ ക്യൂവിൻ്റെ ദൈർഘ്യം. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ എത്രത്തോളമായിരുന്നു അന്നത്തെ തിരക്കെന്ന്. ഏകദേശം 1 മണിക്കൂറോളം ഞങ്ങൾ കുട്ടികളെയും കൊണ്ട് ക്യൂ നിന്നെങ്കിലും ഞങ്ങൾക്ക് കുറേ കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇതിപ്പോഴൊന്നും തീരുന്ന ലക്ഷണമില്ല. കുട്ടികളെയും കൊണ്ട് അത്രയും നേരം നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഗ്ലാസ് ബ്രിഡ്ജ് കാണാമെന്ന മോഹം ഞങ്ങൾ അവിടെ ഉപേക്ഷിച്ചു. പുതിയതായി തുടങ്ങിയ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ ഫാമിലിയുമായി നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും അവധി ദിവസങ്ങളും ശനി ഞായർ ദിവസങ്ങളും തിരഞ്ഞെടുക്കാതിരിക്കുക. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനുമപ്പുറം വലിയ തിരക്ക് അനുഭവപ്പെടുന്നത് കൊണ്ട് തന്നെ കുട്ടികളുമായി വരുമ്പോൾ നല്ല ബുദ്ധിമുട്ടേണ്ടി വരും. അതിനാൽ തന്നെ അവധി ദിവസങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും മറ്റ് കടകളിലും എല്ലാം തന്നെ നല്ല തിരക്കുമായിരിക്കും. ഇതിനിടയ്ക്ക് ഒരുപാട് കുട്ടികളെ മിസ്സായി എന്ന് പറഞ്ഞ് അനൗൺസ്മെൻറ്റും ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ടായിരുന്നു. ഉച്ച കഴിഞ്ഞ് കന്യാകുമാരിയോട് അടുത്ത് കിടക്കുന്ന മറ്റ് സ്ഥലങ്ങളിൽ പോകുന്നതിനും വീഡിയോ എടുക്കുന്നതിനുമുള്ളതിനാൽ ഞങ്ങൾ ഇവിടെ നിന്നും യാത്ര തിരിക്കാൻ തീരുമാനിച്ചു. കന്യാകുമാരിയിൽ പോകുമ്പോൾ കാണേണ്ട സ്ഥലങ്ങളും കന്യാകുമാരിയുടെ ഒരു ഫുൾ ട്രിപ്പ് പ്ലാനും ഉടനെ തന്നെ ഞങ്ങളുടെ ചാനലിൽ വരുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക,
അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ദിസ് ഈസ് മീ ദീപിക റാം സൈനിങ് ഓഫ് ഫ്രം We Are In Tune.